കൊല്ലം തേവലക്കരയിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി ഷോക്കേറ്റു മരിക്കാനിടയായ സംഭവത്തിൽ അധികൃതർക്ക് അടിമുടി വീഴ്ച. സ്കൂളിൽ മതിയായ പരിശോധന നടത്താതെയാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അധ്യയന വർഷത്തിന്റെ മുന്നോടിയായി നൽകിയത്. ഇക്കാര്യം കൊല്ലം വിദ്യാഭ്യാസ ഓഫീസറുടെയും മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെയും വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നു. 24 എക്സ്ക്ലൂസീവ്. സ്കൂൾ തുറക്കുന്നതിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ ഫിറ്റ്നസ് ഉറപ്പാക്കാൻ 3 തലത്തിൽ സ്കൂളുകളിൽ വിദ്യാഭ്യാസ വകുപ്പ് പരിശോധന നടത്തണമെന്നാണ് ചട്ടം. എന്നാൽ തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ നടന്ന പരിശോധന അടിമുടി പ്രഹസനമായിരുന്നുവെന്ന് തെളിയിക്കുന്നതാണ് കൊല്ലം വിദ്യാഭ്യാസ ഓഫീസർ 24-നോട് പറഞ്ഞ വാക്കുകൾ. വിദ്യാഭ്യാസ വകുപ്പ് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് സ്കൂള് പരിശോധനയ്ക്കായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ എത്തിയപ്പോൾ ഇവർ ഫിറ്റ്നസ്സിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഭൗതിക സൗകര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലായിരിക്കും, കാരണം അത് പിൻവശത്തായതുകൊണ്ട് ചിലപ്പോൾ ഫിറ്റ്നസ് കൊടുക്കാൻ വന്നവർ അത് നോക്കിയിട്ടും ഉണ്ടാവില്ലായിരിക്കും. അതാണ് സംഭവിച്ചിട്ടുണ്ട്. സ്കൂളിന്റെ പിൻവശത്തായതിനാൽ വൈദ്യുത ലൈൻ കണ്ടില്ലെന്ന മറുപടിയാണ് കൊല്ലം വിദ്യാഭ്യാസ ഓഫീസറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. സ്കൂളിലെ സൈക്കിൾ ഷെഡിന് അനുമതി നൽകിയിരുന്നില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റും വ്യക്തമാക്കുന്നു. സ്കൂളിലെ ഫിറ്റ്നസ് കെട്ടിടത്തിന് ഫിറ്റ്നസ് കൊടുത്തിട്ടുണ്ട്. അത് എല്ലാ വർഷവും സാധാരണ നടത്താറുള്ള കെട്ടിടത്തിന് ഫിറ്റ്നസ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ പിറകിൽ ഒരു സൈക്കിൾ ഷെഡ് പണിഞ്ഞിട്ടുണ്ട്. ആ സൈക്കിൾ ഷെഡിന് സാധാരണ ഗതിയിൽ അങ്ങനെ പെർമിഷൻ വാങ്ങിച്ചിട്ടില്ല. സത്യത്തിൽ അത് വാങ്ങിക്കേണ്ടായിരുന്നു. ഇപ്പോൾ 3 ഫേസ് ലൈൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരത്തിൽ അധികൃതർ, പ്രത്യേകിച്ച് KSEBയും സ്കൂൾ മാനേജ്മെൻറ്റ് ഇത് കാര്യക്ഷമമായി ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. പഞ്ചായത്തിനെ അറിയിച്ചിട്ടില്ല. എങ്ങനെ സ്കൂൾ ഷെഡ് പണിഞ്ഞതിൻ്റെ കാര്യത്തിൽ ഈ സൈക്കിൾ ഷെഡ് പണിഞ്ഞതിനെ അറിയിച്ചിട്ടില്ല. സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാതെ സ്കൂളിന് ആര് ഫിറ്റ്നസ് നൽകിയെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. 24 കൊല്ലം.